ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. ഈ കോലത്തിൽ ഞാൻ കല്യാണത്തിന് പോകുന്ന ആരും വിചാരിക്കണ്ട. ലിപ്സ്റ്റിക്ക് പോലും ഇടാതെ ഞാൻ എൻ്റെ മേക്കപ്പ് ബോക്സ്, മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇടുന്ന സംഭവം മൺലടിയിൽ വെച്ച് മറന്നിട്ട് കേട്ടോ പോകുന്നത്. ഞങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേനും 12:44 ഇന്ന് ശനിയാഴ്ചയാണല്ലോ. കാക്കുന് കുറേ ചെടികളുടെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇന്നാണെങ്കിലും കുട്ടികൾ ഊഞ്ഞാൽ വേണം പറഞ്ഞിട്ട് ഊഞ്ഞാലിൻ്റെ പിന്നാലെ നിന്നു കേട്ടോ, ഊഞ്ഞാൽ കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മൺലടിയിൽ പോയി വേഗം എൻ്റെ മേക്കപ്പ് ബോക്സ് എടുത്ത് കാറിലിരുന്നിട്ടൊക്കെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലൈറ്റ് മേക്കപ്പ് ആവട്ടോ. പക്ഷേ ഇന്ന് കാറിലിരുന്ന് കണ്ണാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഫോണിൽ നോക്കി ചെയ്ത് എൻ്റെ മുഖത്തിൻ്റെ കോലം ഭയങ്കര മോശമായിരുന്നു. പക്ഷേ കല്യാണത്തിന് പോകാതെ പറ്റൂലല്ലോ. ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് വെൽക്കം ഡ്രിങ്ക് ഒന്നും കുടിക്കാൻ നിന്നില്ല കേട്ടോ. നല്ല വൈകിട്ടാണല്ലോ. വെൽക്കം ഡ്രിങ്ക് കഴിച്ചാലില്ലേ ഫുഡ് കഴിക്കണതിന് അളവ് കുറച്ച് കുറയും. കല്യാണം ആരുടെയെന്ന് പറഞ്ഞില്ലല്ലോ. ഷംന ടീച്ചറുടെ അനിയൻ്റെ, അതായത് റിയ സാറിൻ്റെ അളിയൻ്റെ കല്യാണമാണ് കേട്ടോ. കരിങ്കലത്താണ് വെച്ചിട്ടാണ്. ഷംന ആണെങ്കിലോ മണവാട്ടിക്കൊപ്പം ഒരുങ്ങിയിട്ടുണ്ട്. മക്കളൊക്കെ നല്ല കോസ്റ്റ്യൂമിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഡാൻസും പാട്ടും കൂത്തും ഒക്കെ കണ്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ. ഒന്ന് നല്ലോണം നേരം വൈകിക്കൊണ്ട് കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഇറങ്ങി ഓടലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. അയാൾക്ക് എൻ്റെ വിശപ്പിൻ്റെ ആദ്യം മനസ്സിലായോണ്ടാ തോന്നുന്നു. ബീഫൊക്കെ കുറേ അങ്ങോട്ട് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിലോ പിന്നെയും ഇട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ചോദിച്ച് വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഫുഡ് ചോദിച്ച് വാങ്ങിക്കാൻ എനിക്കൊരു മടിയും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് ബിരിയാണിയും ബീഫും ചിക്കനും ഒക്കെ ആണെങ്കിൽ പറയും വേണ്ട. ഞാനും കാക്കും കഴിച്ച് എണീക്കാൻ നേരത്തെ കേട്ടോ റിയ സാറും ഷംനയും വന്നിരിക്കണ്. ഓഡിറ്റോറിയത്തിൽ കയറുമ്പോൾ തന്നെ ഞാൻ ഡെസേർട്ടിൻ്റെ സെക്ഷനിൽ കണ്ണു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച ഉടനെ അങ്ങോട്ട് ഓടി. അവിടെ ചെന്നപ്പോൾ ഏതോ ഒരു ഭാഗത്ത് ഭയങ്കര ക്യൂ, ഗ്ലാസും പിടിച്ചിട്ട് നോക്കുമ്പോൾ എന്താ ഇളനീർ പായസം. ഞാനും 2 ഗ്ലാസ് എടുത്ത് ക്യൂ നിന്നു കേട്ടോ. കുറച്ച് നേരം നിന്നപ്പോൾ എനിക്കും കിട്ടി ഒരു ഗ്ലാസ് നിറച്ച് ഇളനീർ പായസം. പിന്നെ പോപ്കോണ്, ഐസ്ക്രീം, ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ചായകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇളനീർ പായസം കുടിച്ച് നിർത്തി. പിന്നെ കയറിയപ്പോൾ ഒരു ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഡാൻസ് കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന്. എനിക്കാണെങ്കിലോ ഡാൻസും പാട്ടൊക്കെ കണ്ടാൽ പിന്നെ അത് കണ്ട് അങ്ങനെ ഇരിക്കട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡാൻസ് കഴിഞ്ഞോടുകൂടി ഞാൻ എഴുന്നേറ്റ് യാത്ര പറയാൻ പോയപ്പോഴാണ് നമ്മുടെ DHSലെ അടുത്ത ടീം അവിടെ ഉള്ളത്. അപ്പോൾ ജിഷ ടീച്ചറും ഷഫീഖ ടീച്ചറൊക്കെ പറഞ്ഞു ഞങ്ങളുടെ കൂടി ഫോട്ടോ എടുത്തിട്ട് പോ ഫാനി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ഇന്നും ഒരു നല്ല ദിവസമായിരുന്നു. പിന്നെ മണ്ണാർക്കാടൊക്കെ പോയി പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടോ പോന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്.